അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാസ്റ്റ് പാത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു വീഡിയോ നമുക്കിന്ന് കണ്ടാലോ. മിക്ക ആൾക്കാർക്കും പേടിയായിരിക്കും കേട്ടോ ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവും, അതുപോലെ തന്നെ ഇതെങ്ങനെ ക്ലീൻ ആക്കി എടുക്കും എന്നുള്ള പേടി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ്, ഇങ്ങനത്തെ പാത്രങ്ങൾക്ക് നല്ല എക്സ്പെൻസാണ് കേട്ടോ. ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ വർഷങ്ങൾക്ക് തന്നെ വേറെ പാത്രം വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു പാത്രം മതി കേട്ടോ. ഈ കാസ്റ്റ് പാത്രങ്ങൾ അത് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നോൺ സ്റ്റിക്കുന്ന എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തെമ്മുന്നും. നല്ല ഓഫർ അവിടെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ തെമ്മുവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എൻ്റെ കോഡ് തരും. ആ കോഡ് യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാസ്റ്റ് പാത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ എൻ്റെ കോഡും കൂടെ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ അതിന് 65-100 ദിർഹംസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനത്തെ കാസ്റ്റ് പാത്രങ്ങൾ വാങ്ങാനേ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലത്തെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും 1000-1500 ഇല്ലാതെ ഇതിൻ്റെ ഒരു പാത്രവും വാങ്ങാൻ പറ്റില്ല. ഇപ്പോഴും നല്ല ഓഫർ തെമ്മൂല് നടക്കുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതിപ്പോൾ വേൾഡ് വൈഡാണ്, എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഈ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും വേറെ ഏത് നാടുകളിലേക്കാണെങ്കിലും അവരത് പിന്നെ പാർസൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടിപൊളി ക്വാളിറ്റി സാധനമാണ്. അതുമാത്രമല്ല ഞാൻ വാങ്ങിയത്, ഞാനിവിടെ ബ്രെഡിൻ്റെ കട്ടർ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിയത്. ഇങ്ങനെ സാൻഡ്വിച്ചൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പാത്രങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്കങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കുമ്പോഴേ കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ടിഫിൻ ബോക്സൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ പലതരം ഐറ്റംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിൻ്റെതൊക്കെ കാസ്റ്റ് തന്നെയാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലീൻ ആക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം അത്ര വർഷം കഴിഞ്ഞാലും ഒന്നും ആകുമൊന്നുമില്ല. പിന്നീട് ഞാൻ ഇതാണ്ട് സിലിക്കൻ്റെ പിന്നെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നെ, കുഴലും. പിന്നെ നമുക്ക് സാധാരണ പലക കാണല്ലോ, അപ്പോൾ പലകൊക്കെ എവിടെയെങ്കിലും വെക്കുക, അത് ക്ലീനാക്കി കൊണ്ടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിലിക്കൻ്റെ ഇതൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പം നമുക്ക് പിസ്സൻ്റെ ഇതിനൊക്കെ പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും മടക്കി ഒതുക്കി വെക്കാൻ പറ്റും. അതൊക്കെ ചെറിയ ചെറിയ പൈസക്കാണ് കേട്ടോ കിട്ടുന്നത്. അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുന്ന സമയത്ത് അങ്ങനെ ആ കോഡ് യൂസ് ചെയ്യുക, എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കട്ടർ, പിന്നെ സാൻഡ്വിച്ചിൻ്റെ കട്ടർ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ ഒരു കട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു പിന്നെ റെസിപ്പിയും കൂടെ അവിടെ പറഞ്ഞു തരുന്നുണ്ട്, കണ്ടു നോക്കി നോക്കൂ. പിന്നെ ഞാൻ ഏതായാലും ഓർഡർ ചെയ്ത സമയത്ത് നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല തുണിയൊക്കെ ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 75-80 ദിർഹംസിൻ്റെ ഇങ്ങനത്തെ ഫ്രോക്ക് പോലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വെറും 3 ദിർഹംസിനൊക്കെയാണ് കിട്ടുക. നാട്ടിലത്തെ പൈസ ആണെങ്കിലും ആ രീതിക്ക് തന്നെ. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുതേ. 500 ദിർഹംസിൻ്റെ കൂപ്പണാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അത് ഇന്ത്യയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും ആ രീതിക്ക് തന്നെയാണ്. അപ്പോൾ ആരും മറന്നു പോരുത് ഈ ഒരു ആപ്പ്. പിന്നെ തെമ്മുവിൻ്റെത് ഡൗൺലോഡ് ചെയ്യാനും എൻ്റെ ഈ ഒരു കോഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പായിട്ടുള്ള പൊളി സാധനങ്ങളാണ് കിട്ടുക. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചുരിദാർ അങ്ങനത്തതൊന്നും കിട്ടില്ല. ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസാണ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ. അത് 3 ദിർഹംസിന് 4 ദിർഹംസിന് കിട്ടുക എന്ന് പറയുന്നത് അതൊരു രക്ഷയില്ലാത്തൊരു ഓഫർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, ഈ ഒരു ഓഫർ എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇത്രയും ഐറ്റംസാണ് പിന്നെ വാങ്ങിയത്. അപ്പോൾ പിന്നീട് ഞാൻ കുറച്ചുകൂടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ചീപ്പിന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനല്ലേ മടിക്കുന്നത്. അപ്പോൾ നല്ല പാത്രങ്ങളൊക്കെ ആണ് കേട്ടോ. അതായത് നമുക്ക് ചൂടൊക്കെ തണയാത്ത നല്ല പാത്രങ്ങളൊക്കെ തന്നെ അവിടെ കിട്ടും. പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മിക്സിയാണ് ഓർഡർ ചെയ്തത്. അത് ഏതാണ്ട് കണ്ടു നോക്കൂ. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാനിവിടെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടും, നിങ്ങളത് നോക്കിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതാണ്ട് കാണിച്ചു തരുന്നത് മുട്ടൊക്കെ ഇട്ട് വെക്കുന്ന ട്രേ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഒരുപാട് സ്പേസാണ്. നമുക്കൊരു ട്രേയിൽ 30 എഗ്ഗാണല്ലോ ഉണ്ടാവാറ്.
അപ്പോൾ ഇത് നമുക്ക് 30 എഗ്ഗും ഇതിലോട്ടൊക്കെ കൊള്ളുന്ന രീതിക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് പിന്നെ സ്പേസും കിട്ടും. ഇതൊന്ന് ഒതുക്കി ഒരു ഭാഗത്ത് അങ്ങനെ വെക്കുകയാണെങ്കിൽ എടുക്കാനും എളുപ്പമാണ്. ഇത് കണ്ടില്ലേ. ഇനി അതിന് ശേഷം ദാണ്ട ഞാനൊരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ബെഡ്ഷീറ്റാണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അതിന് മുൻപേ തന്നെ മിക്സിൻ്റെ നോക്കട്ടെ, കാരണം എനിക്ക് ആ മിക്സി എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാനായിട്ടായിരുന്നു ആകാംക്ഷ. അതാണ് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം ഇതൊന്ന് വേഗം നോക്കട്ടെ എന്നുള്ളതൊന്ന് ഇതാക്കിയത്. കാരണം ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ. പിന്നെ പക്ഷേ ഇത് പിന്നെ എന്താണ്, ആദ്യമൊക്കെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ റിട്ടേണും ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ച് നോക്കിയ സമയത്താണ് ഞാൻ കറക്റ്റ് ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കിട്ടിയതും. അതുമല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അടിപൊളി മിക്സിയും ജാറും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വെജിറ്റബിൾ മെയിനായിട്ട് എനിക്ക് വെജിറ്റബിൾ അരിയാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ യൂസായിട്ടുള്ളൊരു കാര്യം കൂടെ ഇതിലുണ്ട് കേട്ടോ. ക്യാരറ്റ് ക്യാബേജൊക്കെ നല്ല പൊടിയായിട്ട് അരിയാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. അത് ഞാൻ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താ അറിയോ, അടിപൊളി മിക്സിയും ജാറും ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഡ് തരുന്നുണ്ട്. ആ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൊളി സാധനം വാങ്ങാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ഓഫറിലൊക്കെ അല്ലല്ലേ നമ്മൾ യൂസ് ചെയ്യുക. കുറേ പൈസ കൊടുത്ത് വാങ്ങണേ നല്ലത്. ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടാകുമ്പം അത് വാങ്ങി വെക്കുമ്പോൾ നമുക്കൊരു ഉപകാരമായല്ലോ അല്ലേ. അപ്പോൾ പ്ലെയിൻ ബെഡ്ഷീറ്റാണ് വാങ്ങിയതും. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ, ഒക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഒരു കാസ്റ്റ് അയൺ എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരും പേടിക്കരുത്, ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പാത്രം തന്നെയാണ് കാസ്റ്റ് അയണിൻ്റെത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ അതെന്തൊക്കെ ഇങ്ങനെ അടർന്ന് ഇങ്ങനെ വരികയൊക്കെ ചെയ്യുള്ളത്. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. സ്റ്റാർട്ടിങ് ക്ലീനിങ് ആണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ സോപ്പും പൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ ആ ഒരു വെള്ളം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടും ഇല്ല കേട്ടോ. ആ ഒരു സോപ്പും ആ ഒരു ലിക്വിഡിൻ്റെ അത് ഞാൻ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ടവൽ ഉണ്ടാകുമല്ലോ, അതിലേക്കുള്ളത് ഒഴിച്ചു വെച്ചു. അപ്പോൾ അതും ക്ലീനായി കിട്ടുമല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ ഈ 2 തവണ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ദാണ്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ എടുത്തിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് ശരിക്കൊന്ന് തുടയ്ക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പോഞ്ച് എടുത്തിട്ടൊന്ന്, അതൊക്കെ ചൂടോടെ തന്നെയാണ് ചെയ്യുന്നത്, അടുപ്പത്ത് വെച്ചെങ്ങാണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് സ്പോഞ്ച് കൊണ്ട് ശരിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 1 ടീസ്പൂണ് ചായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും തിളപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ക്ലീനായിട്ട് കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് ആ ഒരു കറുപ്പ് ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, ഇത് കണ്ടില്ല ടിഷ്യൂവിൽ നല്ല രീതിക്ക് വരും. സാധാരണ നമ്മൾ ക്ലീൻ ആക്കാതെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഈ ഒരു കറുപ്പ് സാധനം പുറത്തോട്ടേക്ക് വരില്ല കേട്ടോ. പക്ഷെ നമ്മളിതിങ്ങനെ ക്ലീനാക്കി കഴിയുമ്പോഴാണ് ആ ഒരു പുറമേ ഉള്ള ആ ഒരു കറുപ്പ് കോട്ടിങ്ങൊക്കെ ശരിക്കും നമുക്ക് പുറത്തോട്ടേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, ആരെങ്കിലും കാസ്റ്റ് അയണിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഉള്ളിൻ്റെ പകുതി ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിക്കൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് അത്രയും ആ ഒരു കറുപ്പ് അഴുക്കല്ല, അവരതിൻ്റെ മുകളിൽ എന്താ പെയിൻറ്റ് ചെയ്യണോ എന്താണെന്നൊക്കെ ആർക്കറിയാം. കാരണം ശരിക്കും അത് പുറത്തോട്ടേക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. കാരണം ഉള്ളിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്ലീനാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് സൂപ്പറാണിത്. അപ്പോൾ ആ ഉള്ളിൻ്റെതൊക്കെ ശരിക്കും വഴറ്റി കഴിഞ്ഞ് അത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ വീണ്ടും ഞാനിതാണ്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് സ്പോഞ്ച് ഇട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ സംഭവം സൂപ്പറായി കേട്ടോ. ഇത് നമുക്ക് എത്ര കാലം ഈ ഒരു ചട്ടിയൊക്കെ കിട്ടുമറിയോ, ഒരുപാട് കാലം. നമുക്കിത് ഒരു ഹോള് വരെ വരില്ല. നമ്മുടെ സാധാ ചട്ടിയൊക്കെ കാണുന്ന സമയത്ത് ഏത് സമയവും എപ്പോഴും പൊട്ടിപ്പോകാൻ ചാൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ ആ ചട്ടി വീണ്ടും കഴുകി ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ആ ഉള്ളിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുകയാണ് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഒന്ന് വൃത്തിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇതാണ്ട് കുറച്ചുകൂടെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും വൃത്തിയുടെ ബാക്കിയും കൂടെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിക്ക്. കാരണം നമുക്ക് നമ്മളെക്കാട്ടും പേടി നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് ടെൻഷനാകുക. അപ്പോൾ നമ്മൾ
അത്രയും ക്ലീൻ ആക്കിയിട്ടായിരിക്കണം നമ്മളിതിലിങ്ങനെ കാസ്റ്റ് അയണിൻ്റെതൊക്കെ വാങ്ങുന്ന സമയത്ത് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ശരിക്കും ക്ലീനായി. ഇനി ഞാൻ ഇതിലൊരു ബുൾസൈ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമ്മൾ ബുൾസൈയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിക്കേണ്ട, ഒരു ഡ്രോപ്പ് അങ്ങനെ ഇട്ടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ എന്താ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നത് അറിയോ. അത്ര കൊട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. സംഭവം സൂപ്പറാണ്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിനെക്കാട്ടി സൂപ്പറാണ്. ഈ ഒരു ചട്ടിയിൽ നമുക്ക് മീൻ പൊരിക്കാം, പിന്നെ കറി വെക്കാം, എന്ത് വേണേലും നമുക്ക് തയ്യാറാക്കാം. ഒട്ടി പിടിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ഒരു തവണ ഫസ്റ്റത്തെ നല്ല രീതിക്ക് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തലവേദന ഇല്ല. പിന്നീട് ഞാൻ ഇപ്പോൾ മീൻ കറിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതേ രീതിക്ക് ബാക്കിയുള്ള കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പോൾ നേരത്തെ തെമ്മൂന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡ് കട്ടറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സാൻഡ്വിച്ച് അങ്ങനെ എളുപ്പത്തിലുള്ളത് കാണിച്ചു തരേ. അപ്പോൾ ഈ ഒരു ബ്രെഡ് എടുക്കുക, സ്ലൈസ്ഡ് ബ്രെഡ് 1 അല്ല 4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ന്യൂട്ടില്ലേ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോഴും ന്യൂട്ടിലാണ് ചോക്ലേറ്റിൻ്റെ എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കോൺഫ്ലെക്സിൻ്റെത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാണ്ട് അടുത്ത ബ്രെഡ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഏറ്റവും സൂപ്പറായിരിക്കും. ഇങ്ങനെ കൊടുക്കുമ്പോഴേ കുട്ടികൾക്ക് വലിയൊരു ഇമ്പർത്തൊന്നും ഉണ്ടാവില്ല, വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കുറച്ച് പുളൂസാക്കി കുറച്ച് സ്റ്റൈലാക്കിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ കഴിക്കാത്ത കുട്ടികളും കഴിക്കും കേട്ടോ. ഇത് സ്കൂളിലോട്ടേക്ക് ലഞ്ച് ബോക്സ് ആക്കിയിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഒരു കട്ടറിൽ വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാകുമ്പോഴേ തന്നെ ഉണ്ടാകും കുട്ടികൾക്കൊരു ആകാംക്ഷ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാൻ. അപ്പം നല്ല എളുപ്പമാണ്. പിന്നെ നമുക്കിത് ഏറ്റവും ഉപകാരപ്പെടുക എപ്പോഴും അറിയാം, നോമ്പ് സമയത്താണ്. നോമ്പിനൊക്കെ വെച്ചാൽ നമ്മൾ സമൂസയും ഇറച്ചിപ്പത്തിരിയും പലതും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ സമൂസൻ്റെ തേനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് ഉള്ളി ഇറച്ചി ഇതൊക്കെ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക. പല ഐറ്റംസും നമുക്കങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റും കേട്ടോ ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ വേറൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ദാണ്ട റൗണ്ട് ഷേപ്പായിട്ടുള്ളതും അതും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറുള്ള കട്ടറും വേണമെങ്കിൽ വാങ്ങുക, റൗണ്ട് ഉള്ളതും വേണമെങ്കിൽ വാങ്ങുക കേട്ടോ. അപ്പോൾ നമുക്കിത് സൂപ്പറായിട്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ന്യൂട്ടില തന്നെ ഫില്ലിങ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ചിക്കനോ കുക്കുംബറോ മായോ എന്ത് വേണമെങ്കിലും അങ്ങനെ ഫില്ലിങ് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കട്ടർ വാങ്ങുക, വെറും 3 ദിറംസിനാണ് കേട്ടോ. എൻ്റെ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റുക. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടില്ലായിരുന്നല്ലോ, ബെഡ്ഷീറ്റും കൂടെ ഒന്ന് പിന്നെ ഇപ്പോഴൊന്ന് തുറന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബെഡ്ഷീറ്റാണ്. സാധാരണ നമ്മൾ പ്ലെയിൻ ബെഡ്ഷീറ്റ് പിന്നെ വാങ്ങുമ്പോൾ നല്ല എക്സ്പെൻസാണ്. എങ്ങനെയാണെങ്കിലും നമ്മൾ ലുലുലാണെങ്കിലും നെസ്റ്റോയിലാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നമുക്ക് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും 55 ദിറംസ് 60 ദിറംസ് ഇല്ലാതെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ബെഡ്ഷീറ്റ് അങ്ങനെ കിട്ടുകയില്ല കേട്ടോ. അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ബെഡ്ഷീറ്റിനാണ് കുറച്ച് കുറവ്. പക്ഷേ പ്ലെയിൻ ബെഡ്ഷീറ്റ് തന്നെ എപ്പോഴും എക്സ്പെൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ അതും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ റൂമിൽ നമുക്ക് അതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് വിരിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾ എത്ര ചാടി കളിക്കുകയാണെങ്കിലും അല്ല, ഇപ്പോൾ വലിയ ആൾക്കാർ തന്നെ കിടന്ന് എഴുന്നേൽക്കുകയാണെങ്കിലൊന്നും ചുളിയും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇതും ചെറിയ പൈസക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ 3 ദിറംസ് 5 ദിറംസിന് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെ വാങ്ങാൻ കിട്ടും. പില്ലോ കവർ അടക്കമുള്ളതാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് എന്തായാലും പുറത്തുനിന്ന് വാങ്ങുമ്പം 55 ദിറംസ് 45 ദിറംസ് ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല. അപ്പം തെമോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. 500 ദിറംസിൻ്റെ കൂപ്പണാണ്. കാലി പിന്നെ ഗൾഫ് നാടുകളിൽ മാത്രമല്ല കേട്ടോ, വേൾഡ് വൈഡ് എല്ലാ നാടുകളിലും നിങ്ങൾക്കിത് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ചീപ്പായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെത് ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾസ് കട്ട് ചെയ്യണത് എനിക്ക് ഏറ്റവും മടിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്യാരറ്റ് അരിയൽ, കാബേജ് അരിയൽ എന്നൊക്കെ പറയുന്നത് അതൊക്കെ പൊടി പൊടിയായിട്ട് അരിയണമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു മിക്സി അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് അരിയണ ഒരു ജാറും കൂടെ അങ്ങനെ അതിലുണ്ട് കേട്ടോ. ഒരു 1 or 2 തിരിക്കലും കൊണ്ട് തിരിക്കുമ്പോഴത്തേക്കും സംഭവം നല്ല പൊടി പൊടിയായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റാണ് കാണിച്ചു തരുന്നത്. പിന്നെ അതുമാത്രമല്ല ജ്യൂസ് അടിക്കാനുള്ളതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മസാലപ്പൊടികൾ, കുരുമുളകോ ചെറുജീരകമോ മുളകോ എന്ത് വേണമെങ്കിലും പൊടിക്കാനുള്ള പിന്നെ ഇത് കണ്ടില്ലേ ഒരു ജാറും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 സെറ്റായിട്ടാണ് ഇത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇതും 3 ദിറംസിന് തന്നെയാണ് കേട്ടോ കിട്ടുക. ഇതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൂപ്പർ സാധനമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് ഈ ഒരു ഐറ്റം നല്ല ഇത് കിട്ടിയതിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പിന്നെ വാങ്ങുക.
ചെറിയ പൈസക്ക് കിട്ടുമ്പോൾ വിടല്ലോ. അപ്പോൾ ഈ ഒരു ജാറ് ക്ലീൻ ആക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാം പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു ജാറുള്ളത്. അതുപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? തെമോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൂടെ എൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, എല്ലാം വാങ്ങുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.